ഇന്നത്തെ ഒരു സാരിയുടെ വീഡിയോയാണ്. അപ്പോൾ ഇന്ന് സാരിയുടെ വീഡിയോയിൽ നല്ല ഒരു അതായത് നല്ല സട്ടിൽ ലുക്കിൽ വരുന്ന കുറച്ച് കോട്ട സാരി എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അത് ഭയങ്കര ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ്സ് ഒന്നുമല്ല, നമുക്ക് എല്ലാ ഒക്കേഷൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 2490 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇന്നത്തെ കളേഴ്സ് ഏതൊക്കെയാണെന്ന്. പിന്നെ അതുകൂടാതെ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തിലെ വിന്നേഴ്സിനെ ഇന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്നത്തെ കളക്ഷൻസും നോക്കാം. നമ്മൾ അടുത്ത 7 o'clock ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ വിന്നേഴ്സിനെയും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു പിങ്കിൻ്റെ ഒരു ടോണാട്ടോ. ഇതിങ്ങനെ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന പിങ്കും അല്ല, നല്ലൊരു ഷെയ്ഡാട്ടോ, നല്ല സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ്. അതിൻ്റെ കണ്ടോ, 2 ബോർഡറിലും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ബോഡിയിലും എംബ്രോയിഡറി വർക്ക്. അപ്പോൾ മുന്താണിയിലേക്ക് ആ ഒരു വർക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കും കേട്ടോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ആ സെയിം ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇത് കുറച്ചുകൂടെ ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്ലൗസാണ്. ഇത് സാരി വരുന്നത് കോട്ട മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. നല്ല ലൈറ്റ് വെയിറ്റ്. ഈ കോട്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2490 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2490, 2490 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ കേട്ടോ, ഹാഫ് നമ്മൾ ആ ലോവർ ഹാഫിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. അപ്പർ ഹാഫ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ സാരീസാണ്. നമുക്കൊരു ചർച്ച് വെയർ ആയിട്ടും അല്ലാതെയൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല അടിപൊളി സാരീസ്. ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. ഇതൊന്നും ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് അല്ല, എന്നാൽ ഭയങ്കര അങ്ങ് ലൈറ്റായിട്ട് നിൽക്കുന്നതും അല്ല, ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന ഷെയ്ഡ്സ്, എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ്. അമ്മമാർക്കും അല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷെയ്ഡ്സാണ് കേട്ടോ. അടുത്തത് വരുന്ന ഒരു ലാവൻഡറിൻ്റെ ഒരു ലൈറ്റർ ടോൺ. സെയിം പാറ്റേൺ തന്നെ എംബ്രോയിഡറി വർക്കും ബ്ലൗസൊക്കെ നമുക്ക് ആ സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്, കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്ലൗസ്. 2490. വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരീസാണ്, സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. പിസ്ത ഗ്രീൻ. ഒന്നും ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് അല്ല. നമുക്കൊരു ചർച്ച് വെയർ, ഇനിയിപ്പോൾ നമ്മുടെ ലെൻറ്റൊക്കെ തുടങ്ങിയില്ല, അപ്പോൾ ഒരു ചർച്ച് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ഇതിനകത്ത് ഏത് കളറും നമുക്ക് ചർച്ചിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഷെയ്ഡ്സാണ്. ചർച്ചിൽ മാത്രമല്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ ചർച്ചിൽ കുറച്ച് ഒത്തിരി ഡാർക്ക് കളേഴ്സ് നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത്. പിസ്ത ഗ്രീൻ. പിന്നെ ഇവിടെ ഓൺലൈനിലെ പിള്ളേർ എന്നോടൊരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പിൽ നമ്മളിപ്പോൾ ഒരു സാധനമൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസപ്പിയറിങ് മെസ്സേജസ് ഉണ്ടല്ലോ, ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 24 hours കൊണ്ട് നമ്മളിടുന്ന മെസ്സേജസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്പാച്ച് ആയോ അല്ലെങ്കിൽ എന്ന് കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആ ചാറ്റിൽ മെസ്സേജസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ആക്കിയിടരുത്. നമുക്ക് അറ്റ്ലീസ്റ്റ് ആ പ്രോഡക്റ്റ് കിട്ടുന്നത് വരെയെങ്കിലും നമുക്ക് ഡിസപ്പിയറിങ് മെസ്സേജസ് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് ഓർഡർ ചെയ്തത്, അഡ്രസ്സോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഒരു മെസ്സേജും ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത് വരുന്നത് ഒരു ബേജ് ടോൺ, സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസും അവൈലബിൾ ആണ്. ഇതാട്ടോ സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ് എല്ലാത്തിൻ്റെയും സെയിം ടോണിൽ തന്നെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ സാരീസാണ് കേട്ടോ. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പീച്ച് ടോൺ. ഇതൊന്നും ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് അല്ല,
ഇപ്പം ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഡാർക്കും അല്ല ഭയങ്കര ലൈറ്റായിട്ട് വളരെ പെയിലായിട്ട് നിൽക്കുന്ന കളേഴ്സും അല്ല, അതിൻ്റെയൊക്കെ ഒരു മിഡിലിൽ നിൽക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പറും വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ദേ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്